ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് ഫീലിങ്സ് ആണ്. അവരുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ കറൻ്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു എനർജി എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എടുക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യമേ നിങ്ങളുടെ എനർജി നോക്കാം. മെൻ്റൽ കോൺഫ്ലിക്റ്റ്. ഇനി നമുക്ക് പേഴ്സൻ്റെ എനർജി കൂടി എടുക്കാം. സോളിറ്റ്യൂഡ്. ഇപ്പോൾ കറൻ്റ് നിങ്ങളുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂസ്ഡ് മൈൻഡ് ഉണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് ഒരു ഡൗട്ട്ഫുൾ സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയുന്നുണ്ടാവില്ല. റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ക്ലാരിറ്റി കിട്ടാത്ത വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള ഒരു കൺഫ്യൂഷനായിരിക്കാം. ആ ഒരു വേണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ ആ ഒരു ഇടയിൽ നിൽക്കുന്ന ഒരു സ്റ്റക്നെസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരു പക്ഷേ സെപ്പറേഷൻ ഫേസിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല വാട്ട് ഈസ് നെക്സ്റ്റ്, എന്താണ് ഇനിയിപ്പോൾ ചെയ്യേണ്ടത്, എന്താണ് ഇതിനകത്ത് വരാൻ പോകുന്നത്, പേഴ്സൺ ഇപ്പോൾ എന്നോട് സ്നേഹമുണ്ടോ ഇല്ലയോ, ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനി ഒരുപാട് നാൾ തുടർന്നുകൊണ്ട് പോകുമോ, എന്തായിരിക്കും ഇനി ഇതിനകത്ത് സംഭവിക്കുക, അങ്ങനെയുള്ളൊരു ആശങ്കയുണ്ട്. ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ചിലർക്കാണെന്നുണ്ടെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഒരുപാട് നാൾ ഒരു സെപ്പറേഷനിലൊക്കെ പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സെപ്പറേഷനിൽ തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, ഇനി ഇത് അവസാനിപ്പിക്കാനായോ, ഇതിൽ നിന്ന് ഞാൻ മൂവ് ഓൺ ചെയ്യണോ, അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടാവാം. അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലായ്മ, ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് നിങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ഒരു ആശങ്കയിൽ പെട്ടിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടേതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ ചിലരെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്, അവർ ചില ടൈമിൽ വളരെ പോസിറ്റീവായിട്ടിരിക്കും, എല്ലാ കാര്യത്തിലും വളരെ ശുഭാപ്തി വിശ്വാസം. ഇപ്പോൾ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. എന്നാൽ ചില സമയത്ത് നേരെ തിരിഞ്ഞു വരും, എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ട് നമ്മളിപ്പോൾ ഈ ഒരു പോസിറ്റീവായിട്ട് പോയതിൻ്റെ നേരെ ഉൾട്ടയായിട്ട് കാര്യങ്ങൾ മാറുന്നൊരവസ്ഥ. അതായത് ഒരു ഫ്ലക്ച്വേറ്റിംഗ് മൈൻഡ്, ആ ഒരു എനർജിയിലുള്ളവർക്കും നമുക്കിത് റെസനേറ്റ് ആണ്. ഇനി അതുപോലെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ അവരുടെ ആ ഒരു ഒറ്റപ്പെടൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ പർപ്പസ്ഫുള്ളി തിരഞ്ഞെടുത്തതായിരിക്കും, അല്ലെങ്കിൽ ഒരു ഏകാന്തമായിട്ടിരിക്കുന്നുണ്ട് അവർ. ആരുടെയും കൂടെ ഭയങ്കര ബഹളത്തോടു കൂടിയോ അല്ലാന്നുണ്ടെങ്കിൽ വളരെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു എനർജിയൊന്നുമല്ല, കുറച്ചൊന്ന് തന്നിലേക്ക് തന്നെ ചുരുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ വന്നത്. ഇവരുടെ ഒരു മൈൻഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പിടികിട്ടണമെന്നുണ്ടാവില്ല. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു സ്പിരിച്വൽ വേയിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഒറ്റപ്പെടൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സമയത്ത് അവർ കൂടുതലായിട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ചെയ്തികളാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ചും കൂടുതലായിട്ടും ചിന്തിക്കുന്ന ഒരവസ്ഥയാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഈ ഒരു മൈൻഡ് സെറ്റിലിരിക്കുന്ന ചില വ്യക്തികൾ എല്ലാത്തിൽ നിന്നും ഒരു ഗ്യാപ്പ് ഇട്ടൊന്ന് പുറകിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. റിലേഷൻഷിപ്പിൽ മാത്രമല്ല, ചിലർ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളൊന്ന് ബ്രേക്ക് ചെയ്ത് വെക്കും, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് മൊത്തത്തിലൊരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എനർജി ബേൺ ഔട്ടായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പൂർവാധികം ശക്തമായിട്ട് തിരിച്ചു വരാൻ ഓരോരുത്തരുടെയും ഇൻറ്റൻഷൻ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു എനർജി കൂടി നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ രണ്ട് പേരും രണ്ട് തരത്തിലാണ്
നമുക്ക് ഇവിടുത്തെ നിങ്ങളുടെ കമ്പൈൻഡ് എനർജിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൊരു സ്റ്റക്നെസ് ആയിരിക്കാം. ഇവരുടെ ഇവരിൽ ഈ ഒരു ഒന്നൊരു ഗ്യാപ്പിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇവരുടെ ഒരു മൈൻഡ്, ഇവർക്ക് ആ ഒരു പഴയ സ്നേഹമുണ്ടോ ഇല്ലയോ. ചിലവരാണെന്നുണ്ടെങ്കിൽ പറയും എനിക്ക് ഇത്തിരി സമയം തരൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരുണ്ടാവും. അപ്പോൾ അതും നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ടാവും. എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവർ ഇപ്പോൾ എല്ലാത്തിൽ നിന്നും ഒന്ന് പിന്മാറി. അത് നിങ്ങളിൽ നിന്ന് തന്നെ മാത്രമായിരിക്കണം എന്നില്ല, പൊതുവെ എല്ലാ കാര്യത്തിൽ നിന്നും. ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് അടിച്ചു പൊളിച്ച് നടന്നിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണമെന്നുണ്ടാവില്ല. മൊത്തത്തിലൊന്ന് സൈലൻ്റായിട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്കിനി ഈ ഒരു വ്യക്തിയുടെ നൈറ്റ് ഫീലിങ്സ് നോക്കാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരെന്തെങ്കിലും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ, അതുകൊണ്ടാണോ അവർ ഈ ഒരു ഗ്യാപ്പ് ഇടുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ അവരൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ, എന്താണ് അവർക്ക് കൂടുതലായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ജസ്റ്റിസ്, 10 of cups, 5 of wands, 4 of pentacles, 2 of cups, the empress, chariot, magician, 6 of cups, 3 of wands, 5 of pentacles, 2 of swords, ace of cups, queen of wands, lovers. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ജസ്റ്റിസ് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് കാണാം. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു പരിഗണന തന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റിസ് കിട്ടിയിട്ടില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇവരിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരിപ്പോൾ കുറച്ചൊന്ന് സെൽഫ് റിഫ്ലക്റ്റീവ് മോഡിലൊക്കെയാണ്. അപ്പോൾ പല കാര്യങ്ങളും അനലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയവും കൂടിയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സണ് ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്തൊരു ജസ്റ്റിസ് വേണം എന്നുള്ള ആ ഒരു ചിന്താഗതി ഈ ഒരു വ്യക്തിക്കുണ്ടെന്നുള്ളത് നമുക്ക് കാണാം. മാത്രമല്ല ഇവിടുത്തെ പല എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഡീപ്പ് ഒരു ഇമോഷണൽ ഫീലിംഗ് അറ്റാച്ച്മെൻറ്റ് നിങ്ങളോട് തോന്നുന്നുണ്ടെന്നുള്ളതാണ്. അതായത് മനസ്സിനകത്ത് ഈ ഒരു പേഴ്സണ് ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം, അല്ലെങ്കിൽ ആ ഒരു ഡീപ്പ് ബോണ്ട് നിങ്ങളോടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ അവരുടെ ഒരു ഓവറോൾ എനർജി വെച്ച് നോക്കിയ പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒറ്റയ്ക്ക് മാറി ഉൾവലിഞ്ഞ് നിൽക്കുന്നൊരു രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ എങ്കിൽ കൂടിയും ഇവരുടെ ആ ഒരു ഫീലിങ്സിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഡീപ്പായിട്ട് നിങ്ങളോടുള്ള ഒരു താല്പര്യം നമുക്കിവിടെ കാണാം. ഇവിടെ പോലും നമുക്ക് ആ ഒരു 10 ഓഫ് കപ്സ് എനർജിയൊക്കെയാണ് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡ്രീം ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവിനെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു എനർജി എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഫെയറി ടെയിൽസിലൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ലാസ്റ്റ് ഒരു ഡയലോഗ് വരാറുണ്ട്. അതായത് അങ്ങനെ അവർ സന്തോഷത്തോടെ ഒരുമിച്ച് ഒരുപാട് കാലം ജീവിച്ചു എന്ന് പറയുന്ന പോലെയുള്ള. അപ്പോൾ അതായത് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും നല്ല രീതിയിൽ ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ്, അല്ലെങ്കിൽ അവർ അത്രയും ചേർത്ത് പിടിക്കുന്നുണ്ട്. മനസ്സിനുള്ളിലുള്ള ആ ഒരു ആഗ്രഹമാണ് നമുക്കവിടെ എസ്പെഷ്യലി എടുത്ത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ നമ്മളുടെ സാഹചര്യം വളരെ മോശമായിരിക്കാം,
ബുദ്ധിമുട്ടുകളുണ്ടാവാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം, പലതും ഉണ്ടാവാം. പക്ഷെ നമ്മളുടെ ഒരു സ്വപ്നമുണ്ട്, അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്, അല്ലെങ്കിൽ അത് എങ്ങനെയായി തീരണം എന്നുള്ളൊരു മോഹമുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ അത്രയും സന്തോഷത്തോടു കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയും തീവ്രമായിട്ട് അവരുടെ മനസ്സിനകത്ത് അതുണ്ടെന്നുള്ളത് കാണാം. ഇവിടെയും നമുക്ക് ആ ഒരു 2 ഓഫ് കപ്സ് എനർജിയാണ്, ഒരു കപ്സ് ഓഫ് എനർജി നമുക്ക് വളരെ കയറി വന്നിട്ടുണ്ട്. Ace ഓഫ് കപ്സ് എനർജി, ദാറ്റ് മീൻസ് അത്രയേറെ സ്നേഹം മനസ്സിനകത്ത് ഈ ഒരു പേഴ്സൺ കൊണ്ട് നടക്കുന്നുണ്ട്. നിങ്ങളോടത് എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ ഈ ഒരു സാഹചര്യത്തിലായിരിക്കും എക്സ്പ്രസ് ചെയ്യാത്തത്. പാസ്റ്റിൽ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും അവർ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരുപാട് ഇമോഷൻസ് നിങ്ങളോട് കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്നേഹം നിറയുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ മനസ്സ് നിറയെ ആ ഒരു സ്നേഹം നിങ്ങളോടുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ അതുമാത്രമല്ല, നിങ്ങളുടെ കാര്യത്തിൽ അവർ വളരെ പൊസസീവാണ്. നിങ്ങളെ അവർക്ക് ഒരിക്കലും ഒരുപാട് തടസ്സങ്ങളുണ്ടാവാം. ഇതിനകത്ത് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിൽക്കുന്നുണ്ടാവാം. പക്ഷെ എന്തൊക്കെ തടസ്സം ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് വിട്ട് കളയാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരിക്കലും കഴിയില്ല. അവരത് എപ്പോഴും ഹോൾഡ് ചെയ്ത് അവർ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇപ്പോൾ ചില റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളൊരു സമയത്ത് നമുക്കിപ്പോൾ ഇതിനകത്ത് വളരെ പൊസസീവായിട്ട് കാണിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും നേരെ തിരിച്ചും ഒരുപാട് കൺട്രോൾ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ആ ഒരു പൊസസീവ്നെസ് പലരുടെയും ഇഷ്ടത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷെ പോകെ പോകെ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊരു ബേർഡനായിട്ട് ഫീൽ ചെയ്യുക. പക്ഷെ എപ്പോഴാണ് നമ്മൾ അതിൻ്റെയൊക്കെ ഒരു വാല്യൂ മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത് പിരിഞ്ഞു നിൽക്കുമ്പോഴാണ്. അപ്പോഴാണ് നമ്മൾ ഇപ്പം എന്നെ അങ്ങനെ ഒന്ന് തടയാൻ, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇത് പറയാനായിട്ട് ഒരാളില്ല എന്ന് വരുമ്പോഴാണ് അതെല്ലാം എത്ര മനോഹരമായിരുന്നു എന്ന് തോന്നുന്നത്. ചിലപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിലുള്ള സമയത്ത് ഈ പറഞ്ഞ പല കാര്യങ്ങളും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ഒരു ശല്യമായിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു നിയന്ത്രിക്കാൻ ചെല്ലുന്നതായിട്ടോ ഒക്കെ ഫീൽ ചെയ്തേക്കാം. എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി നമുക്കിവിടെ വളരെ കാര്യമായിട്ട് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നോ കോൺടാക്റ്റ്, ഓൺ ആൻഡ് ഓഫിലൊക്കെ പോകുന്ന വ്യക്തികളായിരിക്കണം നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇത്രയും ഒരു തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ മനസ്സിനകത്ത് കൊണ്ട് നടക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ പോലും ഫൈറ്റ് നടന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്നതിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ വളരെ പൊസസീവായിട്ടിരിക്കുന്നതിൻ്റെയൊക്കെ പേരിൽ. പക്ഷേ അതെല്ലാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വീണ്ടും റീകളക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം തിരിച്ചു കിട്ടാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു 2 ഓഫ് കപ്സ് എനർജി ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ആ ഒരു ലവേഴ്സ് എനർജിയാണ്. അതായത് എന്തൊക്കെ സ്റ്റക്നെസ് ഉണ്ട്, എത്രയൊക്കെ ആൾക്കാർ ഇതിനിടയിൽ തടസ്സം നിൽക്കുന്നുണ്ട്, എന്തൊക്കെ മോശം സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്കിതൊരു സോൾ കണക്ഷൻ ആയിട്ടുള്ള ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ഇത് അവർക്ക് പറിച്ചു മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ പല എനർജീസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി എല്ലാം ഈ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിനകത്ത് ഒരുപാട് സ്വപ്നം കാണുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ആ ഒരു ഡ്രീമിംഗ് ഉണ്ട് ഈ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കാനായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഒരു ഏർജ് ഇവരുടെ മനസ്സിൽ തന്നെ ഉണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്രത്തോളം ഒരു ഇമോഷൻസ് പോലും അവർക്ക് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ഇമോഷൻസ് പോലും ഇവിടെ നമ്മൾ കാണുന്ന പോലെ അത്രയും പാഞ്ഞു വരുന്ന പോലെ ആ ഒരു ഫ്രീ ആയിട്ട് അവർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ മാറ്റങ്ങൾ സംഭവിക്കൂ എന്നുള്ളൊരു ചിന്താഗതി ഈ ഒരു പേഴ്സൺ ഉണ്ട്. മാത്രമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും അത്രയേറെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം. മാത്രമല്ല, ഈ ഒരു പേഴ്സൺ ഒരിക്കലും അതൊന്ന് മറന്നു കളയാൻ പറ്റുന്നതല്ല. നമ്മുടെ ലൈഫിൽ ചില എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ചില ഓർമ്മകളെന്ന് പറയുന്നത് എന്നേക്കുമായിട്ട് ചിലപ്പോൾ നമ്മുടെ മരണം വരെ കൂടെയുള്ള ചില സംഗതികളായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ റിക്രിയേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വീണ്ടും വരാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ചില റിലേഷൻഷിപ്പൊക്കെ എടുക്കുമ്പോൾ കാണുന്നതാണ്, നിങ്ങൾ ആ ഒരു പാസ്റ്റ് എനർജി വേണം, അല്ലെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവർ പോലും പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ ആകുമോ എന്ന് ചോദിക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയേറെ ആ ഒരു പഴയ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സംഗതിയാണ് ഇതിനകത്ത് ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഈ ഒരു പേഴ്സണും ആ ഒരു പഴയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാലത്തിലേക്ക് മടങ്ങി വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അത് തിരിച്ച് കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് നമുക്കിവിടെ ഒരുപാടായിട്ട് കാണാം. പ്രത്യേകിച്ച് സെപ്പറേഷൻ ഫേസിലൊക്കെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും കയറി വരും. ഇപ്പോൾ നമ്മളുടെ പാർട്ട്ണറോട് നമ്മൾ റെഗുലർലി സംസാരിക്കുമ്പോൾ നമുക്കത് അതൊന്നും അത്രയും ഓർമ്മ വരില്ല, അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറി നിൽക്കുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ കയറി വരുന്നത്. പക്ഷെ കൂടുതലായിട്ടും ഈ പറഞ്ഞതുപോലെ അകന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ വരുന്നവർക്ക്
അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ചിലപ്പോൾ ഒരു ആവലാതിയുള്ളവരുണ്ടാവാം. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, വളരെയധികം ഡിറ്റർമിൻഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടും ഇതിനായിട്ട് ആക്ഷൻ എടുത്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് ലോങ് ഡിസ്റ്റൻസ് കണക്ഷനൊക്കെ ആയിരിക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നതും കൂടുതൽ കണക്റ്റായിട്ട് നിന്നിരുന്നതും ചിലപ്പോൾ നൈറ്റ് ടൈമിലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സമയമൊക്കെ അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളോടൊപ്പം സംസാരിച്ചിരുന്ന അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്തിരുന്നൊരു ടൈമൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ കറൻ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഇവർ വളരെയധികം ഇൻസെക്യൂർ ആണ്. ഇവിടെ ആ ഒരു നമുക്ക് ആ ഒരു ഇമോഷണൽ കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളത് കാണാം, ഐസൊലേഷൻ കാണാം. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്റ്റേറ്റിലാണ്. ആ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ, കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ആ ഒരു പഴയ ഇൻറ്റിമസി നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വൈബ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. അപ്പോൾ അത് തിരിച്ചെടുക്കണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഉള്ളത്. അല്ലെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഈ ഒരു അവസ്ഥ മാറുള്ളൂ എന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഒരു ഒറ്റപ്പെട്ടൊരവസ്ഥ, അല്ലെങ്കിൽ വളരെയധികം ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരാൻ, അല്ലെങ്കിൽ ഓവർകം ചെയ്യാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ആ ഒരു പേഴ്സൻ്റെ ഒരു അത്രയും സേഫ് സോണിൽ, അല്ലെങ്കിൽ അവരൊരു കംഫർട്ട് സോണിലാവുന്നത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് മാത്രമായിരിക്കാം. അപ്പോൾ അതുകൂടിക്കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇത്രയേറെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് പോലെ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ അവരുടെ ഒരു ഇമോഷൻസ് ബ്ലോക്ക് ചെയ്ത് വെച്ചാലും, അല്ലെങ്കിൽ ഒരു മെൻ്റൽ സ്റ്റക്നെസ് ഉണ്ടായിക്കഴിഞ്ഞാലും നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ മുന്നിൽ ഇവർക്കത് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചില സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മളുടെ സാഹചര്യങ്ങൾ മോശമാകുമ്പോഴത്തേക്കും നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹം ഉള്ളിലൊതുക്കി മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ സാഹചര്യം അതിനനുവദിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഒരുപാട് സ്വപ്നം കണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അവർക്കത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടായാൽ പോലും, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും അതൊക്കെ ഭേദിച്ച് പുറത്തേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വളരെ തീവ്രമായിട്ട് തന്നെ കാണാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫിസിക്കലി ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഒരുപാട് ഒരു അറ്റാച്ച്മെൻറ്റും താല്പര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. വളരെ ഒരു സ്ട്രോങ് ഡിസയറാണ്. കാരണം ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള എല്ലാ ഇമോഷൻസ് അല്ലെങ്കിൽ എല്ലാ ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിലും കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത്രയേറെ നിങ്ങളുടെ ആ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ മനസ്സിനകത്ത് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ പോലും അവരുടെ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഇമോഷൻസ് ആണ്. ആ ഒരു എനർജി നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാം. ഒരുപക്ഷെ നിങ്ങളുടെ എനർജി എത്രമേൽ അവരെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടാവാം, അതുകൊണ്ട് കൂടി ആയിരിക്കാം. ഇപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ പലപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുകയും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നാണ് അവർക്കും ഈ പറഞ്ഞ ആ ഒരു സ്പാർക്ക് നല്ലതുപോലെ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് അവരുടെ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ പോലും വന്നിരിക്കുന്ന ആ ഒരു മേജർ ആർക്കാന കാർഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആ ഒരു ജസ്റ്റിസ്, എംപ്രസ്, ചാരിയറ്റ്, മജീഷ്യൻ, ലവേഴ്സ് എനർജിയൊക്കെ കാണാം. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എനർജീസാണ് കയറി വന്നിട്ടുള്ളത്. അപ്പോൾ മനസ്സിനകത്ത് നമ്മൾ പറയില്ലേ, ചിലർ ഒരു കടലോളം സ്നേഹം കൊണ്ട് നടക്കാറുണ്ടെന്ന് പറയുന്ന പോലെയുള്ള ആരുടെയൊക്കെ എനർജീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ അവരുടെ ആ ഒരു സിറ്റുവേഷൻ കൂടി അത്രയും നല്ലതല്ലാത്തത് കൊണ്ടായിരിക്കാം മനഃപൂർവ്വമായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് ചിലപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ അവർ തീവ്രമായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അവരുടെ ഫീലിങ്സ് മൊത്തം നിങ്ങളോടാണ് എന്ന് തന്നെ പറയാം. കാരണം ഇതിനകത്ത് ആ ഒരു പാസ്റ്റിലെ കാര്യങ്ങൾ പോലും നമുക്ക് അത്രയേറെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എനർജീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് എത്രത്തോളം കണക്ഷൻ ഉണ്ടെന്നുള്ളത് നമുക്കൊന്നറിയാം. കാർത്തിക നക്ഷത്രം, ലെറ്റർ പി, അവിട്ടം, സെജിറ്റേറിയസ് zodiac sign, നമ്പർ 13, നമ്പർ 11, രേവതി നക്ഷത്രം, ലെറ്റർ എം, ലെറ്റർ ഒ, ലെറ്റർ കെ, ലെറ്റർ വൈ, വയനാട്,
കോട്ടയം, പാലക്കാട്. ലെറ്റർ ജെ, നമ്പർ 29. ആയില്യം നക്ഷത്രം, പൂരം, ടോറസ് zodiac sign, Cancer zodiac sign, number 27. Letter A, Malappuram, Triketa, and number 31. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു എനർജി വരെ നമ്മൾ എടുത്താണ്. അപ്പോൾ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കൂടുതലായിട്ട് ആ ഒരു സെപ്പറേഷൻ ഫേസ് ഏതൊക്കെയോ തരത്തിൽ നിങ്ങൾ നേരിടുന്നതായിട്ട് കാണാം. ആ ഒരു പഴയ ബോണ്ടിങ്ങിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആഗ്രഹിക്കുന്നവർ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.